കഴിഞ്ഞയാഴ്ച തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബ്രിട്ടൻ്റെ ഒരു യുദ്ധവിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്തിരുന്നു. എന്നാൽ അതൊരു സാധാരണ യുദ്ധവിമാനമല്ല. ലോകം മുഴുവനുള്ള സൈനിക സാങ്കേതികതയിലെ കുതിപ്പിന് പ്രതീകമായിട്ടുള്ള ബ്രിട്ടീഷ് F-35B മോഡൽ യുദ്ധവിമാനമാണിത്. വില $100 മില്യൺ, അതായത് ഏകദേശം 80 കോടി രൂപ. അമേരിക്കയാണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ. വളരെ ചെറിയ റൺവേ കിട്ടിയാലും പറന്നുയരാൻ കഴിവുള്ള 5ാം തലമുറ യുദ്ധവിമാനമാണിത്. UK, കാനഡ, ജർമ്മനി, ഡെൻമാർക്ക്, ഇസ്രയേൽ, ജപ്പാൻ തുടങ്ങിയ സഖ്യരാജ്യങ്ങൾക്ക് അമേരിക്ക ഈ യുദ്ധവിമാനം വിറ്റിട്ടുണ്ട്. ഇന്ത്യ ഇതുവരെ ഈ വിമാനം വാങ്ങിയിട്ടില്ലെങ്കിലും ഇപ്പോൾ അതിൻ്റെ സാങ്കേതിക മികവ് കേരളത്തിൻ്റെ മണ്ണിൽ തിരികെ പറന്നുയരാനാകാതെ കിടക്കുകയാണ്. അറേബ്യൻ കടലിൽ നിന്ന് ബ്രിട്ടീഷ് വ്യോമനാവികസേനയുടെ HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന വിമാനവാഹിനി കപ്പലിൽ നിന്നായിരുന്നു വിമാനം കുതിച്ചുയർന്നത്. പരിശീലനത്തിൻ്റെ ഭാഗമായി രാത്രി 8:50 വിമാനം പറന്നുയർന്നത്. പക്ഷേ 30 മിനിറ്റിനുള്ളിൽ തന്നെ ഇന്ധനം തീർന്നതോടെ വിമാനത്തിന് തിരികെ കപ്പലിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയായി. അടിയന്തര ലാൻഡിംഗ് ആണ് ഏക മാർഗം. ഒടുവിൽ വേണ്ട അനുമതികളോടെ രാത്രി 9:30 വിമാനം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സുരക്ഷിതമായി നിലം തൊട്ടു. എന്നാൽ യഥാർത്ഥത്തിൽ വിമാനം നേരിട്ട പ്രതിസന്ധി ഇന്ധനക്കുറവായിരുന്നില്ലെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്ന കാര്യം. അങ്ങനെയായിരുന്നെങ്കിൽ വേണ്ട ഇന്ധനം നിറച്ച ശേഷം അടുത്ത ദിവസം തന്നെ വിമാനത്തിന് തിരിച്ചു പറക്കാമായിരുന്നു. ഇതിപ്പോൾ 6 ദിവസം കഴിഞ്ഞിട്ടും വിമാനം കേരളത്തിൽ തന്നെ തുടരുകയാണ്. യുദ്ധവിമാനത്തിന് തിരികെ പറന്നുയരാൻ കഴിയാത്തതിൻ്റെ കാരണം സാങ്കേതിക തകരാറാണെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ ഒരു തകരാറുണ്ടായേക്കാമെന്നാണ് കരുതുന്നത്. വിമാനം സാധാരണ രീതിയിൽ ഇന്ധനം നിറച്ച് പറത്താൻ കഴിയാത്തതിൻ്റെ പിന്നിലെ കാരണം അതാകാം. F-35 ഒരു സാധാരണ യുദ്ധവിമാനമല്ല. ലോക്ഹീഡ് മാർട്ടിൻ എന്ന അമേരിക്കൻ കമ്പനി നിർമ്മിച്ച ഈ വിമാനം സാങ്കേതികമായി അതീവ സങ്കീർണമാണ്. ഓരോ ഘടകത്തെയും പരിശോധിക്കാനും അറ്റകുറ്റപ്പണി നടത്താനും പ്രത്യേക പരിശീലനം നേടിയ സാങ്കേതിക സംഘത്തിന് മാത്രമേ കഴിയൂ. തുടക്കത്തിൽ തന്നെ ബ്രിട്ടനിൽ നിന്നും അറ്റകുറ്റപ്പണിക്കായി വിദഗ്ധർ എത്തിയിരുന്നു. പക്ഷേ വിമാനം പറപ്പിക്കാൻ കഴിയണമെങ്കിൽ ചില ഭാഗങ്ങൾ മാറ്റേണ്ടി വരും. എന്നാൽ വിദേശ സേനയുടെ വിമാനമെന്ന നിലയ്ക്കും ഇന്ത്യ ഇത്തരം വിമാനങ്ങൾ ഉപയോഗിക്കാത്തതുകൊണ്ടും ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ ഇത് റിപ്പയർ ചെയ്യാനുള്ള ഉപകരണങ്ങളോ സാങ്കേതിക വിദ്യകളോ ഇല്ല. അത്തരം ഉപകരണങ്ങൾ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക അനുമതി വേണ്ടിവരും. ഇതാണ് ഇപ്പോഴത്തെ തടസ്സത്തിൻ്റെയും കാലതാമസത്തിൻ്റെയും പ്രധാന കാരണം. എന്നാൽ വിമാനത്തെ സംബന്ധിച്ചുള്ള നിലവിലെ ചർച്ചകളുടെ പ്രധാന കാരണം ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു പുതിയ പ്രസ്താവനയാണ്. F-35 യുദ്ധവിമാനം അടിയന്തര സാഹചര്യത്തിൽ ഇന്ത്യയുടെ റഡാർ സിസ്റ്റം വഴിയാണ് കണ്ടെത്തിയതെന്നാണ് വ്യോമസേന വ്യക്തമാക്കുന്നത്. ഇത് കൗതുകം മാത്രമല്ല, യുദ്ധ സാങ്കേതിക രംഗത്ത് ലോകത്തിനൊരു ചോദ്യചിഹ്നം കൂടിയാവുകയാണ്. സ്റ്റെൽത്ത് സാങ്കേതികതയിൽപ്പെട്ടതിനാൽ F-35 റഡാറുകൾക്ക് അദൃശ്യമായിരിക്കണമെന്നാണല്ലോ സിദ്ധാന്തം. എന്നാൽ ഇന്ത്യൻ റഡാറുകൾക്ക് അത് കണ്ടുപിടിക്കാനും പിന്തുടരാനും കഴിഞ്ഞുവെന്നത് നിർമ്മാതാക്കളായ അമേരിക്കയ്ക്കും ഉപഭോക്താവായ ബ്രിട്ടനും അത്ര ആശ്വാസകരമായ കാര്യമല്ല. ഇവിടെ ഒരു വിരോധാഭാസം എന്തെന്നാൽ അമേരിക്ക ഇന്ത്യക്ക് F-35 വിൽക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്. ഇന്ത്യക്ക് ഒരു 5ാം തലമുറ യുദ്ധവിമാനം വേണം. പക്ഷേ അതിൽ തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. ഒരു വശത്ത് F-35, മറുവശത്ത് റഷ്യയുടെ Su-57, അല്ലെങ്കിൽ ഇന്ത്യ സ്വന്തമായി തന്നെ സ്റ്റെൽത്ത് വിമാനം നിർമ്മിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള തന്ത്രപരമായ നിലപാടുകളുടെയും വിമാനം വാങ്ങാനുള്ള നീക്കങ്ങളുടെയും ഇടയിലാണ് ഈ F-35 യുദ്ധവിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ വിമാനത്തിൻ്റെ പരിപാലനത്തിനായി കേന്ദ്രസേനയും CISF ഉദ്യോഗസ്ഥരും ചേർന്നാണ് കാവൽ നിൽക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ ബ്രിട്ടൻ തന്നെ ട്രാൻസ്പോർട്ട് വിമാനത്തിൽ യുദ്ധവിമാനം മടക്കിയെടുക്കാനുള്ള സാധ്യത പരിശോധിക്കുകയാണ്. അതായത് യുദ്ധവിമാനം പറപ്പിക്കാതെ തന്നെ കുപ്പായത്തിൽ കെട്ടിയതെന്ന പോലെ C-17 പോലുള്ള വലിയ ബോൺ വിമാനം കൊണ്ട് തിരിച്ചെടുക്കാനുള്ള സാധ്യതയാണ് പരിശോധിക്കുന്നത്. ഏതായാലും ഇന്ത്യൻ മണ്ണിലേക്ക് അവിചാരിതമായി കടന്നുവന്ന ഈ യുദ്ധവിമാനം അധികാര തലങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ചിലർക്ക് ഇത് കാഴ്ചയ്ക്കൊരു കൗതുകം, ചിലർക്കിത് സാങ്കേതികമായ പോറൽ, തന്ത്രവിദഗ്ധർക്കിതൊരു സാങ്കേതികമായ ആശങ്കയാണ്. എന്തായാലും എത്രയും വേഗം വേണ്ട പ്രശ്നപരിഹാരങ്ങൾ നടത്തി വിമാനം തിരികെ പറക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.